പ്ലസ് ടു ഫിസിക്സിലെ കറണ്ട് ഇലക്ട്രിസിറ്റി എന്ന ചാപ്റ്ററിലെ 6ാമത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ 5 ക്ലാസ്സുകളിലായി നമ്മൾ കുറേ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തു. ഓംസ് ലോ, കണ്ടക്റ്റൻസ്, റെസിസ്റ്റിവിറ്റി, റെസിസ്റ്റൻസ്, ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് റെസിസ്റ്റൻസ്, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. ഈ ക്ലാസ്സിൽ നമ്മൾ ലിമിറ്റേഷൻസ് ഓഫ് ഓംസ് ലോ ആണ് ഡിസ്കസ് ചെയ്യുന്നത്. വാട്ട് ആർ ദ ലിമിറ്റേഷൻസ് ഓഫ് ഓംസ് ലോ? അതിലേക്ക് വരുന്നതിന് മുമ്പ് you just think about the law of gravitation which you have learned last year. എന്താണ് law of gravitation? Every body in the universe attracts every other body. ഈ law of gravitation, it is also known as the universal law of gravitation. Why it is known as universal law of gravitation? Because this law is obeyed by all objects in the universe. പ്രപഞ്ചത്തിലുള്ള എല്ലാ വസ്തുക്കളും ഒബേ ചെയ്യുന്ന ലോ ആണ് ലോ ഓഫ് ഗ്രാവിറ്റേഷൻ. അതായത് പ്രപഞ്ചത്തിലുള്ള ഏതൊരു വസ്തുവും മറ്റേതൊരു വസ്തുവിനെയും ഇറ്റ് അട്രാക്ട്സ് വിത്ത് എ ഫോഴ്സ് വിച്ച് ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു പ്രോഡക്റ്റ് ഓഫ് മാസസ് ആൻഡ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു സ്ക്വയർ ഓഫ് ഡിസ്റ്റൻസ്. അപ്പോൾ ഈ ലോ ഓഫ് ഗ്രാവിറ്റേഷൻ യൂണിവേഴ്സൽ ലോ എന്നാണ് അറിയപ്പെടുന്നത്, യൂണിവേഴ്സൽ ലോ ഓഫ് ഗ്രാവിറ്റേഷൻ. പക്ഷേ ഓംസ് ലോ ഇസ് നോട്ട് എ യൂണിവേഴ്സൽ ലോ. എപ്പോഴാണ് നമ്മളൊരു ലോ യൂണിവേഴ്സൽ ലോ എന്ന് പറയാം? when it is obeyed by all objects in the universe. പക്ഷേ ഓംസ് ലോ is not a universal law. That means it is not obeyed by all objects in the universe. അപ്പോൾ ഓംസ് ലോയുടെ സ്റ്റേറ്റ്മെൻറ്റിൽ തന്നെ there is a particular condition. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഓംസ് ലോയുടെ സ്റ്റേറ്റ്മെൻറ്റിൽ എന്താ പറയുന്നത്? at constant temperature the potential difference between 2 points of a conductor is directly proportional to the current passing through it. അപ്പോൾ it is kept at constant temperature. This law is true only if the temperature is kept constant. അപ്പോൾ ആ ഒരു പെർട്ടിക്കുലർ കണ്ടീഷനിൽ മാത്രമാണ് ഓംസ് ലോ ട്രൂ ആവുന്നത്. അത് മാത്രമല്ല, യു ആർ കൺസിഡറിങ് ദ കേസ് ഓഫ് കണ്ടക്ടേഴ്സ്. അപ്പോൾ ദാറ്റ് മീൻസ് this law is not obeyed by all objects in the universe. So Ohm's law is not a universal law. ഇനി what are the limitations of Ohm's law? Ohm's lawയുടെ ലിമിറ്റേഷൻസ് എന്തൊക്കെയാണ്? അപ്പോൾ നമ്മളിപ്പോൾ എങ്ങനെയാണ് ഒരു ഒബ്ജക്റ്റ് യൂണിവേഴ്സൽ ലോ ആണോ അല്ലയോ എന്ന് പറയുന്നത് എങ്ങനെയാണ്? വി ഹാവ് ടു ടെസ്റ്റ് വെദർ ഇറ്റ് ഈസ് ഒബേഡ് ബൈ ഓൾ ദ മെറ്റീരിയൽസ് ഇൻ ദ യൂണിവേഴ്സ്. How will you test whether the Ohm's law is true in the case of an object, in the case of a substance? How will you verify Ohm's law? You just have to plot a graph between the voltage and current. Ohm's law states that V proportional to I. So V equal to R into I. That means if you plot a graph between voltage and current, you will get a straight line. The graph between voltage and current is a straight line. That graph is known as VI graph. So if the VI graph of a material is a straight line, that means the material obeys Ohm's law. ഒരു VI graph plot ചെയ്ത് കഴിഞ്ഞാൽ ആ VI graph ഒരു straight line ആണെങ്കിൽ that means the material obeys Ohm's law. How will you plot a VI graph? You just have to find the values of potential differences and the corresponding values of current. ഒരു പെർട്ടിക്കുലർ വോൾട്ടേജ് കാണാം, ആ മെറ്റീരിയലിലൂടെ പാസ് ചെയ്യുന്ന ആ വോൾട്ടേജിൽ ആ മെറ്റീരിയലിലൂടെ പാസ് ചെയ്യുന്ന കറണ്ട് കണ്ടുപിടിക്കുക. അപ്പോൾ ഇഫ് യു ഗെറ്റ് സം വാല്യൂസ് ഫോർ വോൾട്ടേജ് ആൻഡ് ദ കറസ്പോണ്ടിങ് വാല്യൂസ് ഫോർ കറണ്ട്, then you can plot a graph. Now if the VI graph is a straight line, that means the material obeys Ohm's law. അപ്പോൾ ഏതൊക്കെ മെറ്റീരിയൽസിൻ്റെ കേസിലാണ് VI ഗ്രാഫ് സ്ട്രൈറ്റ് ലൈൻ ആവുക? അങ്ങനെയുള്ള മെറ്റീരിയൽസൊക്കെ ഓംസ് ലോ ഒബേ ചെയ്യുന്നുണ്ടെന്ന് പറയും. അപ്പോൾ യു ക്യാൻ ഡു ദ എക്സ്പെരിമെൻറ്റ് വിത്ത് എനി മെറ്റീരിയൽ ആൻഡ് യു ക്യാൻ ഫൈൻഡ് ഔട്ട് വെദർ ദ മെറ്റീരിയൽ ഒബേസ് ഓംസ് ലോ ഓർ നോട്ട്. ആൻഡ് ഇറ്റ് വാസ് ഫൗണ്ട് ദാറ്റ് ഓൾ ദ മെറ്റീരിയൽസ് ഡു നോട്ട് ഒബേ ഓംസ് ലോ. That means the VI graph of all materials are not straight line. So that means all materials do not obey Ohm's law. So Ohm's law is not a universal law. Now there is a certain class of materials which obey Ohm's law. അങ്ങനെയുള്ള മെറ്റീരിയൽസ്, അതായത് ഏതൊക്കെ മെറ്റീരിയൽസ് ആണോ ഓംസ് ലോ ഒബേ ചെയ്യുന്നത്, മീൻസ് VI ഗ്രാഫ് സ്ട്രൈറ്റ് ലൈൻ ആവുന്നത്, അത്തരം മെറ്റീരിയൽസിനെയാണ് നമ്മൾ മുമ്പ് ക്ലാസിഫൈ ചെയ്തത് ഓമിക് കണ്ടക്ടേഴ്സ്.
So it is found that only a particular class of materials obey Ohm's law, and for such materials the VI graph is a straight line. ഇനി what is the graph in the case of other materials? അവിടെയാണ് Ohm's lawയുടെ limitation. In the case of other materials, why they do not obey Ohm's law, or what kind of graph you are getting for other materials? അങ്ങനെയുള്ള ചില മെറ്റീരിയൽസിൻ്റെ കേസാണ് നമ്മളിനി പറയാൻ പോകുന്നത്. അതായത് വി ഐ ഗ്രാഫ് എന്തൊക്കെയാണ് ഓംസ് ലോയുടെ ലിമിറ്റേഷൻ. നമ്മളിപ്പോൾ പറഞ്ഞു ഓംസ് ലോ യൂണിവേഴ്സൽ ലോ അല്ല. അപ്പോൾ യൂണിവേഴ്സൽ ലോ അല്ലാതിരിക്കാൻ ഉള്ള കാരണം വി ഐ ഗ്രാഫ് വെച്ചിട്ട് നമുക്കതെങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. യു ക്യാൻ സീ ദ ഗ്രാഫ്. ഓക്കെ, ദ വി ഐ ഗ്രാഫ് ഓഫ് a particular material. You can see that V stops to be proportional to I after a particular value of current. Rather, if you continuously pass current through the material, ഒരു particular value ന് ശേഷം ആ graph it deviates from the straight line. So you have a straight line graph initially, പക്ഷേ after a particular value of current, the graph deviates from the straight line. So that means V stops to be proportional to I. If V was proportional to I, graph is a straight line. അപ്പോൾ ഒരു പെർട്ടിക്കുലർ വാല്യൂ വരെ V proportional to I ആണ്, മീൻസ് മെറ്റീരിയൽ ഒബേസ് ഓംസ് ലോ. പക്ഷേ ബിയോണ്ട് ദാറ്റ് ദ മെറ്റീരിയൽ ഡസ് നോട്ട് ഒബേ ഓംസ് ലോ. സോ ഇൻ ദാറ്റ് കേസ് we can say the material do not obey Ohm's law. അല്ലെങ്കിൽ it deviates from the VI graph deviates from the straight line. So that's the first point. Okay, V stops to be proportional to I. Now second point, that is the value of I depends on sign of V. Okay, value of I means the value of current depends on sign of V. Sign of V means the positive voltage or negative voltage. It depends on the sign. For plus 2 voltage, if you are getting one particular value of current, for minus 2 voltage you are getting another value of current. അപ്പോൾ ഒരേ വോൾട്ടേജ് ഒരേ മാഗ്നിറ്റ്യൂഡ് തന്നെയാണെങ്കിലും വോൾട്ടേജിൻ്റെ സൈൻ മാറുമ്പോൾ കറണ്ട് മാറുന്നു. For positive voltage and negative voltage, the value of currents are different. So in that case also VI graph is not a straight line. Okay, so the value of current depends on the sign of voltage. That's the second case. So that graph you can see. In the third case, see the graph. Again, it's a VI graph. Along x-axis you have voltage and along y-axis current. From the graph, it is clear that for two values of voltages on x-axis, you have the same value for current. അതായത് എക്സ് ആക്സിസിലുള്ള രണ്ട് വോൾട്ടേജസിന് കറസ്പോണ്ടിങ് സെയിം കറണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. ദാറ്റ് മീൻസ് ദ റിലേഷൻ ബിറ്റ്വീൻ വോൾട്ടേജ് ആൻഡ് കറണ്ട് ഇസ് നോട്ട് യുണീക്ക്. യുണീക്ക് റിലേഷൻ മീൻസ് ഫോർ എ പെർട്ടിക്കുലർ വോൾട്ടേജ് വൺ പെർട്ടിക്കുലർ വാല്യൂ ഓഫ് കറണ്ട്. അപ്പോൾ ഈ കേസിൽ ഒരു പെർട്ടിക്കുലർ വോൾട്ടേജിന് ഒരു പെർട്ടിക്കുലർ കറണ്ട് അല്ല, രണ്ട് ഡിഫറെൻറ്റ് വോൾട്ടേജസിന് ഒരേ കറണ്ടാണ്. That means the relation between V and I is not unique. അപ്പോൾ ഇവിടെയും നമുക്ക് ഓംസ് ലോയിൽ നിന്നുള്ള വേരിയേഷൻ കാണാൻ കഴിയും. ആൻഡ് VI graph is not a straight line. അപ്പോൾ in these three cases you can see that the material or the substance does not obey Ohm's law. അപ്പോൾ three cases ആണ് നമ്മൾ കൺസിഡർ ചെയ്തത്. ഫസ്റ്റ് കേസ് V stops to be proportional to I. സെക്കൻഡ് കേസ് എന്തായിരുന്നു? സെക്കൻഡ് കേസ് എന്തായിരുന്നു? The value of current depends on the sign of voltage. And in the third case, the same current exists for two different values of voltage. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളിലെല്ലാം, ഈ പറഞ്ഞ ഉദാഹരണങ്ങളിലെല്ലാം Ohm's law, VI graph is not a straight line. That means the material does not obey Ohm's law. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊന്നും Ohm's lawയിൽ, അതായത് നമ്മളിപ്പോൾ കണ്ട ഗ്രാഫുകൾ ചില മെറ്റീരിയൽസിൻ്റെ VI ഗ്രാഫാണ്, അത് Ohm's lawയിൽ പറയുന്നതേ ഇല്ല. Ohm's lawയിൽ പറയുന്നത് എന്താണ്? എപ്പോഴും V proportional to I അല്ലെങ്കിൽ VI graph will be a straight line. അപ്പോൾ അത് Ohm's lawയുടെ ഒരു ലിമിറ്റേഷനാണ്. അതായത് the voltage current relation for certain materials could not be explained by Ohm's law. Ohm's law explained only a particular class of materials and not all materials. So that's a limitation of Ohm's law.
അപ്പോൾ അത് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് കടക്കാം. Now we are going to consider the color code of carbon resistors. റെസിസ്റ്റൻസ് എന്താണെന്ന് നിങ്ങൾക്കിപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും. റെസിസ്റ്റർ എന്താണ്? റെസിസ്റ്റൻസ് ഉള്ള ഒരു മെറ്റീരിയലിനാണ് നമ്മൾ റെസിസ്റ്റർ എന്ന് പറയുക. ഓക്കെ, ഇനി റെസിസ്റ്റൻസ് മെയിനായിട്ട് there are two types of resistors. അല്ലെങ്കിൽ റെസിസ്റ്റേഴ്സ് can be classified into two types. One coil resistors and the other carbon resistors. Coil resistors എന്ന് പറയുന്നത് നമ്മൾ സാധാരണ അലോയ്സ് അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് റെസിസ്റ്റൻസ് വയേഴ്സ് ഉപയോഗിച്ചിട്ടുള്ള റെസിസ്റ്റൻസിനെയാണ് കോയിൽ റെസിസ്റ്റേഴ്സ് എന്ന് പറയുക. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടതാണ് അലോയ്സ് ആർ യൂസ് ഫോർ മേക്കിംഗ് സ്റ്റാൻഡേർഡ് റെസിസ്റ്റൻസസ്. അപ്പോൾ അവിടെ എത്ര റെസിസ്റ്റൻസ് ആണോ നമുക്ക് ആവശ്യമുള്ളത് അത്രയും നീളമുള്ള വയറാണ് യൂസ് ചെയ്യുക. ഇനി രണ്ടാമത്തെ കേസിൽ യു ആർ യൂസിങ് കാർബൺ റെസിസ്റ്റേഴ്സ്. അപ്പോൾ നമുക്കറിയാം വളരെ ഹൈ വാല്യൂ ഓഫ് റെസിസ്റ്റേഴ്സ് ഓഫ് ദി ഓർഡർ ഓഫ് കിലോ ഓം ഓർ മെഗാ ഓം ഒക്കെ ആവശ്യമുള്ളപ്പോൾ നമുക്ക് അത്രയും ലെങ്തി ആയിട്ടുള്ള വയേഴ്സ് ഉപയോഗിക്കുക എന്ന് പറയുന്നത് ഇറ്റ് ഈസ് പ്രാക്ടിക്കലി ഇമ്പോസിബിൾ. So in that case, when we need large value of resistance of the order of kilo ohm or mega ohm, we use carbon resistors. അപ്പോൾ കാർബൺ റെസിസ്റ്റേഴ്സിൻ്റെ കേസിൽ എങ്ങനെയാണ് അതിൻ്റെ വാല്യൂസ് കണ്ടുപിടിക്കുക? അതിന് വി യൂസ് എ പെർട്ടിക്കുലർ കളർ കോഡ്. ദ കളർ കോഡ് ഹെൽപ്സ് യു ടു ഫൈൻഡ് ദ വാല്യൂ ഓഫ് റെസിസ്റ്റൻസ് ഇൻ ദ കേസ് ഓഫ് കാർബൺ റെസിസ്റ്റേഴ്സ്. ആ കളർ കോഡ് നമുക്ക് എങ്ങനെയാണ് എന്നുള്ളത് വിശദമായി പരിശോധിക്കാം. You can see the picture of a carbon resistor on the screen. There you can see 3 rings and a 4th ring also. Okay, the first 3 rings gives you the value of the resistance. അത് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും എന്നുള്ളത് നമ്മൾ ഡിസ്കസ് ചെയ്യാം. കളർ കോഡ് ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് ഒരു റെസിസ്റ്റൻസിന്റെ വാല്യൂ കണ്ടുപിടിക്കുന്നത്. 4ാമത്തെ റിംഗ് അതിൽ എത്രമാത്രം വേരിയേഷൻ ഉണ്ട് എന്നുള്ളതാണ് നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുക. അപ്പോൾ എങ്ങനെയാണ് കാർബൺ റെസിസ്റ്റേഴ്സിന്റെ കളർ കോഡ് ഉപയോഗിച്ചിട്ട് വാല്യൂ ഓഫ് റെസിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യുക, അതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ടേബിളിൽ നിങ്ങൾക്ക് യു ക്യാൻ സീ ഡിഫറെൻറ്റ് കളേഴ്സ് ആൻഡ് ദ കറസ്പോണ്ടിങ് കോഡ്സ്. ഓരോ കോളം ഒന്ന് ശ്രദ്ധിക്കുക. ഫസ്റ്റ് കോളത്തിൽ യു ക്യാൻ സീ ദ കളർ, സെക്കൻഡ് കോളത്തിൽ അതിൻ്റെ കോഡ് കാണാൻ പറ്റും, തേർഡ് കോളത്തിൽ ഡെസിമൽ മൾട്ടിപ്ലയർ, ഓക്കെ, മൾട്ടിപ്ലയർ കാണാൻ പറ്റും, 4th കോളത്തിൽ ടോളറൻസ്. ആ ഓരോ കളറിനെയും ഇൻഡിക്കേറ്റ് ചെയ്യുന്ന നമ്പറാണ് ആ ഓർഡറിൽ നിങ്ങൾ കാണുന്നത്. ഇത് ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് നമ്മൾ ഒരു റെസിസ്റ്ററിൻ്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാം എന്നുള്ളത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പരിശോധിക്കാം. അപ്പോൾ റെഡിന് കറസ്പോണ്ടിങ് നിങ്ങൾക്ക് കാണാം, റെഡിൻ്റെ കോഡ് 2 ആണ്, റെഡ് 2. അപ്പോൾ ഇഫ് യു ഹാവ് 2 red rings or 3 red rings, suppose you have 3 red rings on the resistor. So first ring gives you the first digit, second ring gives you the second digit, third ring gives you the multiplier. So what is the value? First digit, red color, corresponds to 2. So 2, second digit, again red, corresponds to 2 again. So 22 into 10 raised to 2. That's the value. Then tolerance. Tolerance gives you the variation. ഈ ഒരു വാല്യൂവിൽ നിന്ന് എത്രമാത്രം വേരിയേഷൻ ഉണ്ടാവാം റെസിസ്റ്റൻസിന്. അത് പ്ലസ് ആവാം അല്ലെങ്കിൽ മൈനസ് ആവാം. അതായത് നമ്മളിപ്പോൾ കണ്ടുപിടിച്ച ഈ വാല്യൂവിൽ നിന്ന് ചെറിയ വേരിയേഷൻ, ഒന്നുകിൽ കൂടിയ വാല്യൂ ആവാം ആക്ച്വൽ വാല്യൂ, അല്ലെങ്കിൽ അതിനേക്കാൾ കുറഞ്ഞ വാല്യൂ. അപ്പോൾ ടോളറൻസിൽ സാധാരണയായിട്ട്, അതായത് ഈ 3 റിങ്സ് കഴിഞ്ഞ് 4ാമത്തെ റിങ് എന്ന് പറയുന്നത് ഗോൾഡ് ആവാം, അല്ലെങ്കിൽ സിൽവർ കളർ ആവാം, അല്ലെങ്കിൽ നോ കളർ ആവാം. അതിനനുസരിച്ചുള്ള ടോളറൻസിന്റെ വാല്യൂസ് ആണ് നിങ്ങൾ ടേബിളിൽ കാണുന്നത്. ആക്ച്വൽ വാല്യൂ ഓഫ് റെസിസ്റ്റൻസ് ഈസ് 22 into 10 raised to 2 plus or minus 10%. The variation in resistance is 10%. കാരണം 4th റിംഗ് എന്ന് പറയുന്നത് സിൽവർ ആണ്. സിൽവറിൻ്റെ ടോളറൻസ് 10%. അപ്പോൾ റെസിസ്റ്റൻസിൻ്റെ ആക്ച്വൽ വാല്യൂ എന്താണ്? 22 into 10 raised to 2 plus or minus 10%. എന്ന് പറഞ്ഞാൽ വേരിയേഷൻ 10% കൂടാം, അല്ലെങ്കിൽ അത് 10% കുറയാം. Now we'll consider one more example. See the figure. There you have yellow, violet, brown, gold. First ring yellow,
corresponds to the value 4. Second ring violet, value 7, so 47. Then brown 1, so 47 into 10 raised to 1. Fourth ring gold has tolerance 5%, so the value is 47 into 10 ohm plus or minus 5%. So these order of colors you can remember using a code. ഇത് ഈ ബ്ലാക്ക്, ബ്രൗൺ, റെഡ്, ഓറഞ്ച്, യെല്ലോ, ഗ്രീൻ, ബ്ലൂ, വയലറ്റ്, ഗ്രേ, വൈറ്റ്, ഗോൾഡ്, സിൽവർ, നോ കളർ. ഈ കളേഴ്സിൻ്റെ ഓർഡർ ഓർത്ത് വെക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു കോഡ് ഉണ്ട്. അതാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. BB റോയ് ഓഫ് ഗ്രേറ്റ് ബ്രിട്ടൻ ഹാഡ് എ വെരി ഗുഡ് 5. ആ ലെറ്റേഴ്സ് ക്യാപിറ്റൽ ലെറ്റേഴ്സ് ആയിട്ടുള്ളത് ആ ഓർഡർ ഓർമ്മിച്ച് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൽ ഈ കളേഴ്സിൻ്റെ ഓർഡർ മനസ്സിലാക്കാൻ പറ്റും. കളേഴ്സിൻ്റെ ഓർഡർ മനസ്സിലാക്കുമ്പോൾ അതിൻ്റെ നമ്പർ കറസ്പോണ്ടിങ് ആയിട്ട് കിട്ടുന്നതാണ്. 0 മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നതാണ് അപ് ടു 9. ഓക്കെ, ആൻഡ് കറസ്പോണ്ടിങ് മൾട്ടിപ്ലയേഴ്സ് ഓൾസോ യു ക്യാൻ റിമെമ്പർ. ദെൻ tolerance gold 5%, silver 10%, no color means if there is if the fourth ring is absent, നാലാമത്തെ റിങ് ആബ്സെൻ്റ് ആണെങ്കിൽ അതിൻ്റെ ടോളറൻസ് 20%. അപ്പോൾ മെയിനായിട്ട് 2 കാര്യങ്ങളാണ് നമ്മൾ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. ഒന്ന് ഓംസ്ലയുടെ ലിമിറ്റേഷൻ എന്തൊക്കെയാണെന്ന് കണ്ടു. രണ്ടാമത് കാർബൺ റെസിസ്റ്റേഴ്സിൻ്റെ വാല്യൂസ് കളർ കോഡ് ഉപയോഗിച്ചിട്ട് എങ്ങനെ കണ്ടുപിടിക്കാം എന്നുള്ളതും. അപ്പോൾ ഈ 2 കാര്യങ്ങളും നന്നായിട്ട് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു.